السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين. അറിയാതെ കൂടുങ്ങല്ലേ നാളെ ജഹന്നമിൽ അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ. അറിവാലരൂപദേശം കേട്ട് നടന്നാല് നരകത്തിന്നൊഴിയാം പെണ്ണുങ്ങളെ. നരകത്തിന്നൊഴിയാം പെണ്ണുങ്ങളെ. അറിയാതെ കൂടുങ്ങല്ലേ നാളെ ജഹന്നമിൽ അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ. അറിവാലരൂപദേശം കേട്ട് നടന്നാല് നരകത്തിന്നൊഴിയാം പെണ്ണുങ്ങളെ. നരകത്തിന്നൊഴിയാം പെണ്ണുങ്ങളെ. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കരുണീമണികളായ മങ്കമാരോടാണ്, സ്ത്രീകളോടാണ്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സഹോദരിമാരൊക്കെ ഇന്ന് പരിശുദ്ധമായ ദീനിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളൊക്കെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു നടത്തമാണ് നമുക്കൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സഹോദരിമാരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരകത്തിൽ കാണിക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒരവസരത്തിൽ പുന്നാര പ്രവാചക പൂമേനി തങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഹബീബായ മുത്തുനബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനാണ് നബിയെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങേ കരയിപ്പിച്ച വസ്തു എന്താണ് യാ ഹബീബല്ലാഹ്? ആ സമയത്ത് പുന്നാര പ്രവാചക പൂമേനി തങ്ങൾ തന്റെ മരുമകൻ അലിയോട് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, ഭയാനകമായ നരകത്തിലെ ചില സംഭവങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു. അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്നിട്ട് പറയുകയാണ്, 6 വിധമുള്ള ശിക്ഷകൾ അനുഭവിക്കുന്ന ആ സ്ത്രീകളെ എനിക്ക് നരകത്തിൽ കാണാൻ കഴിഞ്ഞു അലി. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സ്വന്തം തലമുടി കൊണ്ട് ശരീരമാകെ വരിഞ്ഞു കെട്ടപ്പെട്ട സ്ത്രീകൾ നരകാഗ്നിയിൽ കിടക്കുന്നു. അവരുടെ തലച്ചോറുകൾ ഇങ്ങനെ പതച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ശരീരമാകെ നാവുകൊണ്ട് വരിഞ്ഞു കെട്ടപ്പെട്ട സ്ത്രീകൾ, അവരുടെ വായയിൽ കൂടി നരകത്തിലെ ഹമീമെന്ന ചൂടേറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. മൂന്നാമത്തെ വിഭാഗം ഇരു കാലുകളെ മുകളിലേക്കും ഇരു കൈകൾ മൂർധാവിലേക്കും വലിച്ചു കെട്ടപ്പെട്ട സ്ത്രീകൾ, പാമ്പുകളും തേളുകളും അവരെ ആക്രമിക്കുന്നു, കടിക്കുന്നു അലി. നാലാമത്തെ വിഭാഗം ഇരുമുലകളെ കൊണ്ട് ശരീരമാകെ വരിഞ്ഞു കെട്ടപ്പെട്ടവർ. അഞ്ചാമത്തെ വിഭാഗം പന്നിയുടെ തലയും കൈതയുടെ ഉടലുമുള്ള സ്ത്രീകൾ. ആറാമത്തെ വിഭാഗം പട്ടിയുടെ രൂപമുള്ളവര്. ഇങ്ങനെ 6 വിഭാഗം സ്ത്രീകൾ എനിക്ക് കാണിക്കപ്പെട്ടു അലി. ഹബീബായിരിക്കുന്ന പ്രവാചക പൂമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും അങ്ങ് വിവരിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ പൊന്നുമോള് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണല്ലയോ പ്രിയപ്പെട്ട പിതാവേ, ഇത്രയും വലിയ ശിക്ഷ കൊണ്ട് ഇവരെ ശിക്ഷിക്കാനുള്ള കാരണം എന്താണ് പൊന്നുപ്പാ? ആ സമയത്ത് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കൊടുക്കുന്നു, സ്വന്തം തലമുടി കൊണ്ട് ശരീരമാകെ വരിഞ്ഞു കെട്ടപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ,
അവർ അന്യപുരുഷന്മാരെ തൊട്ട് തലമുടി മറക്കാത്തവളാണ്. മേനി മറക്കാത്ത പെൺകൊടിയെ നിൻ കൽബിനുള്ളിൽ എന്താണ്? മരിക്കുമ്പോൾ നിൻ ചാരെ നിൻ ഖബറിനുള്ളിലാരാണ്? മരിക്കുമ്പോൾ നിൻ ചാരെ നിൻ ഖബറിനുള്ളിലാരാണ്? നോക്കൂ നിങ്ങൾ, ആധുനിക ലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ എവിടെയാണ്? അവരുടെ തലയിൽ അണിഞ്ഞ ഷാള് അത് തലയിലുമല്ല തോളിലുമല്ലാത്ത രൂപത്തിൽ അണിഞ്ഞുകൊണ്ട് പോകുന്ന പെണ്ണുങ്ങളില്ലേ? എന്നാൽ നാവുകൊണ്ട് ശരീരമാകെ വരിഞ്ഞു കെട്ടപ്പെട്ട പെണ്ണ സ്ത്രീകളുണ്ടല്ലോ, അവൾ നാവുകൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ചവളാണ്, ഭർത്താവിന് സ്വൈര്യം കൊടുക്കാത്തവളാണ്. ഇരു കാലുകളെ മുകളിലേക്കും ഇരു കൈകൾ മൂർധാവിലേക്കും കെട്ടപ്പെട്ട പെണ്ണുങ്ങളുണ്ടല്ലോ, വലിയ അശുദ്ധി ഉണ്ടായിട്ട് ശുദ്ധിയാകാത്തവരാണ്, ജനാബത്ത് കുളി കുളിക്കാത്തവരാണ്. മുലകൊണ്ട് ശരീരമാകെ വരിഞ്ഞു കെട്ടപ്പെട്ട സ്ത്രീകൾ വിരുപ്പിൽ ഭർത്താവിനെ വഞ്ചിച്ചവരാണ്. പന്നിയുടെ തലയും കൈതയുടെ ഉടലുമുള്ള സ്ത്രീകൾ ഏഷണിയും അതുപോലെ കളവും പറയുന്നവരാണ്. പട്ടിയുടെ രൂപമുള്ള പെണ്ണുങ്ങൾ അസൂയാലുക്കളായ സ്ത്രീകളാണെന്ന് ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടുത്തെ മരുമകനോടും മകളോടും പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാർ ദീനിന്റെ മാർഗത്തിലൂടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.